ആശാ വർക്കർമാരുടെ സമരം 265 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഈ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്തെല്ലാം സർക്കാർ പറഞ്ഞത് സർക്കാരിന് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാനാവില്ല എന്ന ഒരു വാദം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല CITU ഈ സമരത്തെ സപ്പോർട്ട് ചെയ്തിരുന്നുമില്ല. ഇപ്പോൾ ഒരു നാമമാത്രമായ ഒരു ഓണറേറിയം അനുവദിച്ചു കണ്ണിൽ പൊടിയിടാൻ, ആശാവർക്കർമാരുടെയും നാട്ടുകാരുടെയും പൊതുജനത്തിൻ്റെ എല്ലാം കണ്ണിൽ പൊടിയിടാനും മറ്റു കുറേ പരിപാടികളുമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേറെ നിവൃത്തിയില്ലാതെ ഈ ഒരു ചെറിയ രീതിയിലുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ അന്ന് നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പം എങ്ങനെയാണ് ഈ സർക്കാരിന് നടന്നത്? അത് മാത്രമല്ല CITUക്കാർ ഇവരോട് ആഹ്ലാദ പ്രകടനം നടത്താൻ പറയാണ്. എന്തോന്ന് നാണമുണ്ടോ ഈ CITUവിന്? ഇവർക്കെതിരെ നിൽക്കുകയും ചെയ്തു, എന്നിട്ട് അവർ ചോദിച്ചതിന്റെ ഒരു അറ്റത്ത് പോലും എത്തുന്നില്ല. ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ശരിക്കും ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ ആശാസമരത്തോട് പിണറായി വിജയൻ സർക്കാർ തുടക്കം മുതൽ സ്വീകരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേരുന്ന തരത്തിലുള്ള സമീപനങ്ങളല്ല സ്വീകരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇടതുപക്ഷം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നവരെ സ്വയം വിശേഷിപ്പിക്കുന്നതാണ്. സമരങ്ങളിലൂടെ വളർന്നു വന്ന പാർട്ടി എന്ന് അവർ തന്നെ അഭിമാനം കൊണ്ട് എപ്പോഴും പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. അത്തരം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്ന ഒരു സർക്കാർ ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ചും സ്ത്രീകൾ, ആശാവർക്കർമാർ, സമൂഹത്തിന്റെ താഴെത്തട്ടിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾക്ക് അവര് തങ്ങളുടെ തുച്ഛമായ വേതനത്തിന് വേണ്ടിയിട്ട് ഒരു സമരം നടത്തുമ്പോൾ അതിനോട് കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് തുടക്കം മുതൽ ഈ പിണറായി വിജയൻ, മുഖ്യമന്ത്രി എന്നുള്ള പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും എല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്കറിയുമ്പോൾ 265 ദിവസമായിരിക്കുന്നു. നാളെ കേരളപ്പിറവിന് മുമ്പ് 266 ദിവസം അവരുടെ സമരം നീളുകയാണ്. അതായത് ഏതാണ്ട് 8.5 മാസത്തിലധികമായിട്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടില് കെട്ടിക്കൊണ്ട് അവിടെ ആ ഒരു ടാർപ്പാളിനൊക്കെ വലിച്ചു കെട്ടിക്കൊണ്ട് സമരം ഇങ്ങനെ തുടരുകയാണ്. രാപ്പകൽ സമരം, അനിശ്ചിതകാല സമരം തുടർന്നുകൊണ്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് പലതവണ അവർ ഇത്തരമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, നിലവിൽ അവരുടെ ഇൻസെന്റീവ്, മാസ ഇൻസെന്റീവ് എന്ന് പറയുന്നത് വെറും 7000 രൂപയാണ്. നോക്കണം, ഇത്രയധികം സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ. നമുക്കറിയാം, കോവിഡ് കാലത്തും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും സമൂഹത്തിലെ ഏറ്റവും അധികം അവരെ ഉപയോഗിക്കപ്പെടുന്നത് അവരാണ്. അവരുടെ സേവനം വിലമതിക്കാൻ ചെയ്യുന്നുണ്ട്. അത് രാപ്പകൽ അവര് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ 7000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ വേതനം, ദിവസക്കൂലിയായിട്ട് നോക്കുകയാണെങ്കിൽ 233 രൂപയാണ് ഇന്നത്തെ കാലത്ത്. 233 രൂപ എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. സാധാരണ ഒരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 1000 രൂപ അവർക്ക് കിട്ടുമല്ലേ? അവിടെ നിന്നും അവർക്ക് ആ ഇൻസെന്റീവ് ഒരു 21,000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക. ഒരു മാന്യമായ ഒരു ശമ്പളം, അതാണല്ലോ നിലവിൽ ഇപ്പോൾ ആർക്കാണെങ്കിലും ഒരു മിനിമം മാസ ശമ്പളം എന്ന് പറയുന്നത് 20,000-ന് മുകളിലൊക്കെ കാണും. അപ്പോൾ 21,000 രൂപ ഞങ്ങൾക്ക്, അതായത് ഡെയിലി വേജസ് എന്ന് പറയുന്നത് 700 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു മാസം 21,000 രൂപ. ഒപ്പം തന്നെ ഈ വിരമിക്കൽ ആനുകൂല്യം ഒന്നും ഇപ്പോഴില്ല, അത് 5 ലക്ഷം രൂപ ആയിട്ട് നിജപ്പെടുത്തി അത് നൽകുക. എന്നീ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയാണ്, മറ്റ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവഗണിച്ചതിനെ മുഖവിലേക്ക് പോലും എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച അവര് ഗതികെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് അവിടേക്കൊരു മാർച്ച് നടത്തിയപ്പോൾ ആ സമരം നടത്തിയ വനിതകളുടെ, പാവപ്പെട്ട നിസ്സഹായരായ വനിതകളുടെ മുകളിലേക്ക് പോലീസുകാർ ജീപ്പ് ഇടിച്ച് കയറ്റാൻ നോക്കുന്ന ദൃശ്യങ്ങൾ, നമ്മളെ ഭീകരമായിട്ട് ദൃശ്യങ്ങൾ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലാണ് ആശാവർക്കർമാരുടെ സമരത്തെ ഈ സർക്കാർ നേരിട്ടുകൊണ്ടിരുന്നത്. അവരെ മുടി മുറിച്ച്, തല മുണ്ടനം ചെയ്ത്, തല ഷേവ് ചെയ്ത്, എല്ലാ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അവര് വളരെ സമാധാനപൂർവ്വമായ പ്രതിഷേധങ്ങൾ അവർ സർക്കാരിന് മുന്നിൽ നടത്തി. അപ്പോഴൊക്കെ തന്നെ അവര് അവഗണിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവരെ കാണാം എന്നൊരു ഇല്ല, അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഒരു വിഭാഗം സ്ത്രീകള്, താഴെത്തട്ടിലുള്ള ഒരു വിഭാഗം സ്ത്രീകൾ, സമൂഹത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകള് ഇത്രയും ദിവസമായിട്ട് സമരം നടത്തിയിട്ട് ഒരു ദിവസം അവരെ കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ അതിന് തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് വളരെ വേദനയോടും ദുഃഖത്തോടും കൂടി പറയാം. ആവശ്യം അംഗീകരിക്കണ്ട, അല്ലെങ്കിൽ അവർ പറയാനുള്ളത് കേൾക്കുക, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്നുള്ള കാര്യമെങ്കിൽ അവരോട് നേരിട്ട് സമ്മതിക്കുക എന്നുള്ളൊരു ഒരു മിനിമം അവരെ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലും ഇദ്ദേഹം ചെയ്തിട്ടില്ല. അതാണ് ആ സർക്കാരിന്റെ സമീപനം. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള, മുഖ്യമന്ത്രിയാണല്ലോ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ആ സർക്കാരിന്റെ സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി പ്രകടമാക്കുന്നത്. അതിനിടയ്ക്ക് സമരം ഇങ്ങനെ ശക്തമായിട്ട് പോയപ്പോൾ ആരോഗ്യമന്ത്രി
ചില ദിവസങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഒരു ഘട്ടത്തിൽ ചർച്ച വിജയിക്കുന്നു അല്ലെങ്കിൽ തീരുന്നു എന്നൊക്കെ കേട്ടതാണ് നമ്മൾ. പക്ഷേ അപ്പോഴും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. ഞങ്ങൾ പഠിക്കാം, ഒരു ഉപസമിതിയെ വെക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഉപസമിതിയൊക്കെ വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെന്തോ പഠിച്ചു, എന്ത് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോഴ് അങ്ങനെയാണ് ഈ സമരക്കാരെ ഇവര് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ സമരത്തെ കണ്ടതെല്ലാം. ഏറ്റവും കഴിഞ്ഞ 2 ദിവസം മുൻപാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കെ ഒരു ദിവസം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. അന്ന് കുറെ വാരിക്കോരി ഒരു മിനി ബജറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ കുറെ ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, സ്ത്രീകൾക്ക് 30-നും 50-നും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് നൽകാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ പ്രതിവർഷ വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളിലെ യുവാക്കൾക്ക് 1000 രൂപ കൊടുക്കുന്നു. വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഇന്റേൺഷിപ്പായിട്ടുള്ള തുക കൊടുക്കുന്നു. ആ രീതിയിൽ എല്ലാവർക്കും, ആശാവർക്കർമാരെ, മറ്റ് അംഗൻവാടി ജീവനക്കാരെ എല്ലാവരെയും സ്പർശിക്കുന്ന തരത്തിലെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ആശാവർക്കർമാർക്ക് 1000 രൂപ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. അപ്പോൾ നോക്കണം, 1000 രൂപ കൂടി ആകുമ്പോൾ 8000 രൂപയാണ് ആവുന്നത്. അപ്പം ദിവസ വരുമാനത്തിൽ ഒരു 33 രൂപയുടെ വർധനം, അതായത് 233 നിന്ന് 266 രൂപയായിട്ട് മാത്രം അവരുടെ ദിവസ വേതനം വർദ്ധിക്കുകയാണ്. അപ്പോൾ അവർ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം കിട്ടിയതെങ്കിൽ കിട്ടിയത്, ഒന്നും കിട്ടാതിരിക്കലേക്കാൾ നല്ലതാണല്ലോ 1 രൂപയെങ്കിലും കിട്ടുന്നത്. അപ്പോൾ അവരതിനെ സ്വാഗതം ചെയ്തു. പക്ഷേ ഇത് ഞങ്ങളുടെ ആവശ്യവുമായിട്ട് ഒത്തുപോകുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യത്തിൽ നിന്നും വളരെ അകലെയാണ് ഈ ഒരു പ്രഖ്യാപനം. എങ്കിലും ഇത് ഞങ്ങളുടെ വിജയമായിട്ട് കാണുകയാണ്. കാരണം അവർ ഈ സമരം നടത്തുകയാണല്ലോ, അവർക്ക് അങ്ങനെ അവകാശപ്പെടാം. അത് സർക്കാരിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊന്നും കണ്ടുകൊണ്ടല്ല, ഞങ്ങൾ ഈ സമരം കണ്ടുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ മുഖ്യമന്ത്രി അങ്ങനെയാണ് പ്രതികരിച്ചത്, ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ ഒരു ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബാക്കി പ്രഖ്യാപനങ്ങളുടെ കൂടെ ഇതും കൂടി അങ്ങ് പ്രഖ്യാപിച്ചു. സമരത്തിന്റെ വിജയമല്ല, ആ ധാർഷ്ട്യം നോക്കണം, അതുപോലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ആ മനുഷ്യന്. അതെ, ധനമന്ത്രിയോട് ചോദിച്ചപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവരങ്ങനെ അവകാശപ്പെട്ടുകൊള്ളട്ടെ, അതായത് ആശാവർക്കർമാരെ അവരുടെ വിജയമായിട്ട് കാണുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, അത് ഞങ്ങൾക്ക് പക്ഷെ അങ്ങനെയൊന്നും പറയുന്നില്ല, സമരത്തിന്റെ പേരിലല്ല ഞങ്ങൾ കൊടുത്തത് എന്നാണ് അവര് പറയുന്നത്. എന്തായാലും വെറും ഒരു 1000 രൂപയുടെ വർധനവ് മാത്രമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത്രയും 8.5 മാസമായിട്ട് സമരം ചെയ്യുന്ന അവരെ അവഗണിക്കാൻ പറ്റില്ല. അത്തരം ഒരു ഘട്ടത്തില്, സന്നിഗ്ധ ഘട്ടത്തില് ഈ ഒരു പ്രഖ്യാപനം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആശാവർക്കർമാര് ഇത് സ്വാഗതം ചെയ്തു. ഇന്നലെയൊക്കെ തന്നെ അവര് വളരെ ചെറിയ ഒരു രീതിയിലുള്ള വർധനമാണെങ്കിൽ പോലും അവർ സ്വാഗതം ചെയ്യുന്നു, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, എങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകും. അവരിപ്പോൾ നാളെ ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ഈ 266-ാമത്തെ ദിവസമാണ് നാളെ, കേരളപ്പിറവി ദിനമാണ്. അപ്പോഴന്ന് അവര് ഈ പറയുന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ കേന്ദ്രീകരിച്ചാണല്ലോ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലാണ് സമരം, ഇതിന് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളുടെ സമരം ഒന്ന് വികേന്ദ്രീകരിക്കുകയാണ് എന്നവരെ ഒരു പ്രഖ്യാപനം നാളെ നടത്താൻ പോവുകയാണ്. അങ്ങനെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഈ സമരം മാറ്റുകയാണ്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ പഞ്ചായത്തുകൾ തോറും കയറിയിറങ്ങി ഞങ്ങൾ പ്രചരണം നടത്തും. അതായത് ഞങ്ങളെ അവഗണിച്ച ഒരു സർക്കാരാണ്, ആ സമരത്തെ വളരെ പൈശാചികമായ രീതിയിൽ നേരിട്ട ഒരു സർക്കാർ, ആ സർക്കാരിനെതിരായിട്ടുള്ള വികാരം ആ ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാരിനെതിരായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുമെന്ന് അത്തരമൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്. എന്തായാലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ അവർക്ക് നേരിയ ഒരു ആശ്വാസം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറുവശത്ത് സർക്കാർ അവരെ തുടർച്ചയായിട്ട് അവഗണിക്കുന്ന ഒരു ധാർഷ്ട്യ മനോഭാവത്തോടു കൂടി അവരോട് പെരുമാറുന്ന, അതിന്റെ കാരണം എന്താണെന്നറിയത്തില്ല. ഒരുപക്ഷെ ഈ സമരത്തിന് പിന്നിൽ SUCI എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അതായിരിക്കാം ഒരുപക്ഷെ സർക്കാരിനെ ചൊടിപ്പിക്കുന്നത്. ഇത് ഇവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്താൽ അത് SUCIയുടെ വിജയം കൂടിയായി മാറുമല്ലോ. അങ്ങനെ മുട്ടുമടക്കാൻ ഞങ്ങൾ സന്നദ്ധമല്ല, അത്തരം ഒരു ഇത് വരുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നതാകാമെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഈ കാര്യങ്ങൾക്കെല്ലാം കൂടി ഏതാണ്ട് അധിക വരുമാനമായിട്ട് ഇതായിട്ട് വേണ്ടത് ഒരു പ്രതിവർഷം വേണ്ടി വരുന്ന 10,000 കോടിയുടെ അധിക ചെലവാണ് സർക്കാരിന് വരുത്തി വെക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചത് അതൊക്കെ തന്നെ പ്രഖ്യാപനങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ, നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെതായ യാഥാർത്ഥ്യമാകുമോ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ധനമന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത് നവംബർ മുതൽ തന്നെ ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തു തുടങ്ങും. 1 മാസത്തെ കുടിശ്ശികയുണ്ട്, അതുൾപ്പെടെ പുതിയ പെൻഷൻ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതുൾപ്പെടെ 3600 രൂപ അടുത്ത മാസം തൊട്ട് കൊടുത്തു തുടങ്ങും എന്നൊക്കെ ധനമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ മറ്റൊരു പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. കേരളത്തെ അതിദരിദ്ര മുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിന്റെയും
ആ ലോജിക്ക് എന്താണ്? എത്ര കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ സംശയം ഉയരുന്നുണ്ട്. എന്താണ് ഈ പ്രഖ്യാപനം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതിദരിദ്രരെ എല്ലാം തന്നെ ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം പൂർണ്ണമായിട്ടും മാറിയോ എന്ന ചോദ്യം നമ്മൾ മാധ്യമപ്രവർത്തകരെ മാത്രമല്ല ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ, ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് പോകുന്ന സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ആ നാളെ നടക്കാൻ പോകുന്ന പ്രഖ്യാപനത്തിന്റെ ഒരു സാങ്കത്യം എത്രത്തോളം അത് സത്യസന്ധമാണ് എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അതിന് ഈ പറയുന്ന തദ്ദേശ മന്ത്രിയൊക്കെ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. ഞങ്ങള് ദാരിദ്ര്യമില്ലാതാക്കിയെന്നല്ല പറയുന്നത്, അതിദരിദ്രരെ അവിടെ നിന്നും പൊക്കിയെടുത്ത് ഞങ്ങൾ ദരിദ്രരുടെ പട്ടികയിലേക്ക് എടുത്തിട്ടു, ആ ഒരു ശ്രേണിയിലേക്ക് എടുത്തിട്ടു എന്നതാണ് ഞങ്ങൾ. ഈ അതിദരിദ്രരും ദരിദ്രരും തമ്മിലുള്ള ഒരു അന്തരം എന്താണെന്ന് കൂടെ ഒന്ന് അതെ, അതൊക്കെയാണ് എന്താണ് മാനദണ്ഡം. അല്ല, അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ ഒരു നേരവും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർ, ദരിദ്രർ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കാണും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതൊക്കെ ആയിരിക്കാം. എന്തായാലും മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്, ദാരിദ്ര്യം ഇല്ലാതാക്കി ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഈ ദരിദ്രരെ, ഈ അതിദരിദ്രരെ ദരിദ്രരുടെ പട്ടികയിലേക്ക് മാറ്റുന്നതാണ് പറയുന്നപ്പോൾ അത് അത്തരമൊരു പ്രഖ്യാപനം വരുത്തിവെക്കുന്ന ചില വിനകളും ഒക്കെ തന്നെ ഉണ്ട്, ചില പ്രതിസന്ധികളും ഒക്കെ തന്നെ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും അതിന്റെ നാളെ ആ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടും ഈ ആശാവർക്കർമാർ നാളെ ഈ പ്രഖ്യാപനം നടത്തുന്ന വേദിയിൽ മലയാളത്തിന്റെ മമ്മൂട്ടി, മോഹൻലാലൊപ്പം തന്നെ കമൽഹാസൻ ഉൾപ്പെടെയുള്ള നടന്മാരൊക്കെ ഉണ്ട്. അവരോട് ഇതിൽ പങ്കെടുക്കരുത് എന്നൊരാവശ്യം ഈ ആശാവർക്കർമാർ ഉന്നയിച്ചിരുന്നു. കാരണം ഇങ്ങനെ പ്രഖ്യാപനം അവിടെ നാളെ നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ദിവസം വെറും 233 രൂപ മാത്രം ദിവസ കൂലിയുള്ള ഞങ്ങൾ കുറെ അതിദരിദ്രരുടെ പട്ടികയിലുള്ള ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളെ അതിദരിദ്ര പട്ടികയിൽ നിന്നും മുക്തമാക്കാതെയാണ് ആ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്, നിങ്ങൾ ആ ഒരു കള്ളത്തരത്തിൽ പങ്കാളികളാകരുത് എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു കത്ത് അവർ ആശാവർക്കർമാർ ഈ നടന്മാർക്കെല്ലാം കൊടുത്തിരുന്നു. അവരത് പരിഗണിക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല, സ്വാഭാവികമായിട്ട് പരിഗണിക്കാൻ സാധ്യതയില്ല. എങ്കിൽ പോലും അവരത്തരം ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നാളെ ആ പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. ഒരു വശത്ത് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുകയും മറുവശത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കേരളം ഈ ആശാവർക്കർമാരെ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവര്, ഒരു കിടക്കാനൊരു പാർപ്പിടമില്ലാത്തവരൊക്കെ തന്നെ മറുവശത്ത് ഇങ്ങനെ ധാരാളമുള്ള ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലത്തെ പരിപാടികൾക്കായി ഈ 9 വർഷം സർക്കാർ ചെലവാക്കിയ തുക തന്നെ ഉണ്ടാവും കോടികൾ. അതെ, ആ പൈസ മതിയായിരുന്നു ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ. അത്തരത്തിൽ PR വർക്കുകൾക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആണെങ്കിലും കോടികളാണ് സർക്കാർ കഴിഞ്ഞ 9.5 വർഷമായിട്ട് ചെലവാക്കിയിട്ടുള്ളത്. അത് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ചെലവുകൾ ഒരു പ്രഖ്യാപനം നടത്താനായിട്ട് ഒരു 100 കോടിയുടെ 50 കോടിയുടെ ഒരു ചെലവ് വരുത്തി വെച്ചുകൊണ്ട് PR വർക്കും ഒരു ചടങ്ങും ഒക്കെ സംഘടിപ്പിക്കുക, ആൾക്കാരെ വിളിച്ചു കൂട്ടുക, കുറെ കളിയും ചിരിയും കൂത്തരങ്ങും ഒക്കെ സംഘടിപ്പിക്കുക, അത്തരത്തിൽ എന്താ പറയുക, ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ സർക്കാർ കഴിഞ്ഞ 9.5 വർഷമായിട്ട് എന്തായാലും ചെയ്യുന്നുണ്ട്.